കൂട്ടുകാരികളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് നിങ്ങളുടെ മക്കൾ പുറത്തു പോകാറുണ്ടോ? അവരെവിടേക്കാണ് പോകുന്നതെന്ന് മാതാപിതാക്കൾ അന്വേഷിക്കാറുണ്ടോ? കണ്ണൂരിൽ കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ 2 യുവതികളെ സുഹൃത്തുക്കൾക്കൊപ്പം ലഹരി കേസിൽ പൊക്കിയപ്പോഴാണ് അച്ഛനമ്മമാർ ആ നടുക്കുന്ന സത്യം അറിഞ്ഞത്. മക്കൾ ലഹരിക്കടിമകളാണ്. ലഹരി സംഘങ്ങളുമായിട്ടാണ് അവരുടെ സൗഹൃദം. കൂട്ടുകാരിയുടെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതികളെയാണ് MDMAയുമായി പിടികൂടിയത്. 2-3 ദിവസമായി യുവതികൾ കണ്ണൂർ തളിപ്പറമ്പിലെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ച് ലഹരി ഉപയോഗമായിരുന്നു. എക്സൈസിന്റെ പരിശോധനയിൽ 2 യുവതികൾ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതികൾ പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു. വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. എക്സൈസ് പിടികൂടിയപ്പോൾ മാത്രമാണ് മക്കൾ ലോഡ്ജിലാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത്. തളിപ്പറമ്പിലെ ലോഡ്ജിൽ ദിവസങ്ങളായി മുറിയെടുത്ത് യുവതിയുവാക്കൾ ലഹരി ഉപയോഗിച്ചിരുന്നതായി എക്സൈസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവർക്കൊപ്പം മട്ടന്നൂർ സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷിൽ എന്നിവരും പിടിയിലായിട്ടുണ്ട്. ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMAയും ടെസ്റ്റ് ട്യൂബുകളും സിറിഞ്ചുകളും പിടികൂടി. ലഹരി ഇടപാടിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി VV, അഷ്റഫ് മലബട്ടം, പ്രിവന്റീവ് ഓഫീസർമാരായ നികേഷ്, ഫെമിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ലോഡ്ജിലെ പരിശോധന. യുവാക്കൾക്ക് ആരാണ് ലഹരി എത്തിച്ചു നൽകിയതെന്നും അന്വേഷിക്കുന്നുണ്ട്. പിടിയിലായവർ ലഹരിക്ക് അടിമകളെന്നാണ് എക്സൈസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കണ്ണൂർ.